അധ്യാപികയും എഴുത്തുകാരിയുമായ ബോബി ജോസിന്റെ മൂന്നാമത്തെ പുസ്തകം വഴികൾ ദേശങ്ങൾ മനുഷ്യർ എ ഫാമിലി റോഡ് ട്രിപ്പ് മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ചു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഞാറ്റുവേല വേദിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. മനോരമ ചീഫ് എഡിറ്റർ തോമസ് ഡൊമിനിക് പുസ്തക പരിചയം നിർവഹിച്ചു. തുടർന്ന് നടന്ന യാത്ര വഴിയും ലക്ഷ്യവും എന്ന ചർച്ചയിൽ ശൈലൻ, മനോജ് നിരക്ഷരൻ, ഗോവിന്ദ്, അരുൺ ഗാന്ധിഗ്രാം, ബോബി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമ സാഹിതി പ്രതിനിധികളായ രേഖ CG സ്വാഗതവും ഷീല VV നന്ദിയും പറഞ്ഞു. വിശ്വാസവും അങ്ങനെയൊക്കെയുള്ള വളരെ സങ്കീർണമായ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ യാത്ര ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ച ടൈറ്റിൽ. അപ്പോഴാണ് അരുൺ പറഞ്ഞത് അത്ര അത് കടുപ്പമാകുമെന്ന്. കാരണം നമ്മൾ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കൃത്യമായ പാർട്ടികളിൽ അംഗമായി പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ. പക്ഷെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്തും രാഷ്ട്രീയമാണ്. അപ്പോൾ രാഷ്ട്രം എന്നത് പ്രത്യേകിച്ചും ഇന്ത്യയിലൂടെയുള്ള യാത്ര, നമ്മുടെ രാജ്യത്തിൻ്റെ വഴികളും ദേശങ്ങളും മനുഷ്യരും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്ര എന്നത് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. പിന്നെ വിശ്വാസികളെ കണ്ടതിൽ എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാനും കൊള്ളാവുന്നതെന്ന് തോന്നിയത് മേഘാലയയിലാണ്. മേഘാലയയിലൊരു ഖാസി ട്രൈബുണ്ട്. സോ അവർ വിശ്വസിക്കുന്നത് പ്രകൃതിയിലാണ്. അവരുടെ വിശ്വാസം അവരുടെ ദൈവം മലകളും മരങ്ങളും ആണ്. അതിനെ കുറച്ചുകൂടി വിശ്വസിക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇറങ്ങി യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോളോ യാത്രകൾക്ക് മനോജനും ശൈലനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. കാരണം തുണയൊന്നുമില്ലാതെ സ്വയം തീരുമാനിച്ച് സ്വന്തം റിസ്കിൽ യാത്ര പുറപ്പെട്ടു പോയാൽ മതി. പക്ഷെ ബോബിയുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കുടുംബം ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുത്ത് ഒരേ മനസ്സോടെ ഒരേ ദിശയിൽ സഞ്ചരിച്ചു പോകണം, ദേശങ്ങൾ കാണണം, പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിടണം, ഒരുമിച്ച് പ്ലാൻ ചെയ്യണം. ആ ഒരു എൻജോയ് ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ അനുഭവമായിരുന്നു. ടീച്ചറുടെ പുസ്തകം വായിച്ചപ്പോൾ നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇത്ര വലിയ യാത്രയല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ യാത്രകൾ ഇതുപോലെ പോകണം എന്നുള്ളത്. അങ്ങനെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്, അത് ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ എന്തായാലും ടീച്ചറുടെ പുതിയ പുസ്തകത്തിനും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത് തന്നെ അത് വായിച്ച് ടീച്ചറോട് അഭിപ്രായം പറയുന്നതായിരിക്കും.